ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഫരി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ nicholasnila.comലെ മറ്റൊരു സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫയർ സ്കാനർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്പ് ഐ ഡിയും സീക്രട്ട് ഐ ഡി ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആപ്പ് ഐ ഡിയും സീക്രട്ട് ഐ ഡിയും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരാം. ഇനി നമ്മൾ ജസ്റ്റ് ജനറേറ്റ് ഓതറൈസേഷൻ URL ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓതൻറ്റിക്കേറ്റ് ഓൾ സ്കാനർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്കാനേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ സ്കാനേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കാനേഴ്സ് ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ OTM ഹെഡ്ജ് മാർജിൻ സ്കാനർ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ റൗണ്ട് നമ്പർ സ്കാനറാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ സ്റ്റോക്സുകളാണ് റൗണ്ട് നമ്പറിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്നത്, ആ സ്റ്റോക്സുകൾ നമുക്കിവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇപ്പോൾ 2500 LTP, ആ റൗണ്ട് നമ്പർ 2500 തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു 2500 ലെവലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലെവൽ മാർക്ക് ചെയ്യുക. ഇപ്പോൾ 2500 മുകളിൽ എവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റൗണ്ട് നമ്പർ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല, അവിടെ നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ അടുത്ത ഒരു സ്റ്റോക്സ് നോക്കാം. TCS വന്നിട്ടുണ്ട്, 2400 ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. അപ്പോൾ TCS ഇപ്പോൾ 2400 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റൗണ്ട് നമ്പറിന് തൊട്ട് അടുത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ റൗണ്ട് നമ്പർ വെച്ചിട്ട് ട്രേഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ സ്കാനർ ലൈവായിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് റൗണ്ട് നമ്പറിന് തൊട്ടടുത്ത് ട്രേഡ് ചെയ്യുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. വളരെയധികം യൂസ്ഫുള്ളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഈ റൗണ്ട് നമ്പർ സ്കാനർ. ഇനി അടുത്ത് ദീപക് NTR വന്നിട്ടുണ്ട്. അത് റൗണ്ട് നമ്പർ വന്നത് 1700. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ റൗണ്ട് നമ്പറിൻ്റെ അടുത്തുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുപോലെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് കയറി നിൽക്കുന്നത്. ഇപ്പോൾ റൗണ്ട് നമ്പർ ഈ ഒരു ലെവലാണ്, 1700 ലെവലാണ്. അപ്പോൾ ഇവിടെ റിജക്ഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 5 മിനിറ്റ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം എപ്പോഴാണ് ഗ്രീൻ ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമായിരിക്കും അപ്പ് ട്രെൻഡിന് ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. റൗണ്ട് നമ്പർ സ്ട്രാറ്റജി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ തന്നെ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ആ റൗണ്ട് നമ്പറിൻ്റെ തൊട്ടടുത്ത് ട്രേഡ് ചെയ്യുന്നതൊക്കെ അറിയാൻ സാധിക്കും. അതിനുശേഷം ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ലെവൽസ്, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസ് ലെവൽസ് നോക്കാം. ഇവിടെ നമുക്ക് കാണുമ്പോൾ 1400 Paytm-ൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും, ഉണ്ടോ? അത് റൗണ്ട് നമ്പർ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 ഓപ്ഷനുള്ളൂ. ജസ്റ്റ് ഇവിടുന്ന് ഇനി റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ അപ്സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു സ്കാനർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡിംഗ് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ആദ്യം കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു റൗണ്ട് നമ്പർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ റൗണ്ട് നമ്പർ സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും അതുപോലെ നോട്ട്സും കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മോർണിംഗ് സെക്ഷനിൽ ആ ഒരു റൗണ്ട് നമ്പർ നോക്കിയിട്ട് മാർക്ക് ചെയ്ത ആദ്യത്തെ സ്റ്റോക്സ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആയിരുന്നു. അത് റൗണ്ട് നമ്പർ വന്നിട്ട് അത് തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും എക്സാക്റ്റ് ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തിരുന്നത്. കണ്ടോ, നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റോക്സ് നമ്മൾ കൊടുത്തിരുന്നത് TCS ആയിരുന്നു. TCS ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടോ, ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തു, ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദീപക് NTR ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ദീപക് NTR നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു, പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്തു, കണ്ടോ.
ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, അവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ലെവൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ആ സ്കാനർ നോക്കിയിട്ട് ഏതൊക്കെ സ്റ്റോക്സുകളാണ് റൗണ്ട് നമ്പറിൻ്റെ അടുത്ത് വരുന്നത്, ആ സ്റ്റോക്കുള്ള ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ റൗണ്ട് നമ്പറിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ താഴെയുള്ള സപ്പോർട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. വേണമെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസ് ആണെങ്കിൽ കൺഫർമേഷനായിട്ട് എടുക്കാം. അതായത് നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എൻട്രി എടുക്കാം. അതിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം ഒക്കെ നോക്കാവുന്നതാണ്. 15 മിനിറ്റൊക്കെ കൂടുതൽ കൺഫർമേഷൻ കിട്ടുന്നതാണ്. 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൂടുതൽ കൺഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എല്ലാ സ്കാനേഴ്സും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 5 yearsൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 5 yearsൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ മറ്റൊരു സ്കാനറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ നന്ദി, നമസ്കാരം.